അയ്യോ പാവം, ഇവനിക്ക് ഈ ഗതികേട് വന്നല്ലോ. ഷേ, എന്താ ചെയ്യുക? ഇങ്ങനെ ഈ രീതിയിൽ നമ്മളൊരു ആക്ഷൻ കാണിക്കാറുണ്ട്. ഇതിനെയാണ് നമ്മൾ സിമ്പതി എന്ന് പറയുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ദുരിതങ്ങൾ വരുമ്പോൾ ഒരു സിമ്പതിയോടുകൂടി ഇങ്ങനെ കാണൽ, ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. മറിച്ച് നമുക്ക് വേണ്ടത് എമ്പതിയാണ്. എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്കൊരു ദുരിതം വരുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ആ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങുക, അവരുടെ വേദന നമ്മുടെ വേദനയായിട്ട് കാണുക. ഇതാണ് എമ്പതി എന്ന് പറയുന്നത്. പലപ്പോഴും സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് സിമ്പതിയാണ് കാണിക്കുന്നത്. ഞാൻ വലിയ എന്തോ സംഭവമാണ്, മറ്റുള്ളവനെ നാം സഹായിക്കേണ്ടവനാണ്, എന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മൾ വലിയൊരു ജമ്മിമാരുടെ കളി കളിക്കുക. അർഹതപ്പെട്ടവനെ സഹായിക്കുമ്പോൾ അത് നമ്മുടെ ഓശാരമായിട്ട് നൽകുന്നതാണ് സിമ്പതി എന്ന് പറയുന്നത്. ഈ സഹായം കൊണ്ട് വലിയ ദുരിതമാണ് നമ്മൾ വരുത്തി വെക്കുന്നത്. കുട്ടികളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, ഒരു അഗതി മന്ദിരത്തിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ, ഫോട്ടോത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അമ്മയും അല്ലെങ്കിൽ അച്ഛനുമില്ലാത്ത കുട്ടിയാണ്, യതീമാണെന്നൊക്കെ പറഞ്ഞ് അവരെ മുമ്പിൽ നിർത്തിച്ചിട്ട് അവരെ ഒരു സിമ്പതി നേടി അതിലൂടെ പണം വാങ്ങുക, എന്നിട്ട് ഇവരെ ഒരു സഹായിക്കുന്ന ഫോട്ടോ എടുത്ത് നമ്മൾ പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം. എൻ്റെ മനുഷ്യരെ, നിങ്ങൾ മനസ്സിലാക്കണം, ആ കുട്ടികൾ അപകർഷത ബോധത്തോടെയാണ് വളരുന്നത്. ഞാനൊക്കെ എൻ്റെ അനുഭവമാണ് പറയുന്നത്. ചെറുപ്പകാലത്ത് പലരും സഹായിക്കുമ്പോൾ ഒരു സിമ്പതി കാണിച്ചതിൻ്റെ പേരിൽ വലിയ അപകർഷത ബോധം നേരിട്ട ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ കാണിക്കേണ്ടത് എമ്പതിയല്ല, നമ്മൾ കാണിക്കേണ്ടത് സിമ്പതിയല്ല, എമ്പതിയാണ്. നമ്മളെന്താ ചെയ്യുക? നമ്മുടെ ഉത്തരവാദിത്തം ഭംഗിയായിട്ട് ചെയ്യുക. ആരെ സഹായിക്കുന്നെങ്കിലും അവരുടെ ആത്മാഭിമാനത്തിന് കോട്ടം സംഭവിക്കാത്ത രൂപത്തിൽ നമ്മളെന്ത് ചെയ്യുക? രഹസ്യമായിട്ട് ഒന്നെങ്കിൽ സഹായിക്കുക, അതല്ലെങ്കിൽ അവർക്ക് മാനസികമായ പിന്തുണ നല്ല രീതിയിൽ കൊടുക്കുക. അല്ലാതെ സിമ്പതി കാണിച്ചിട്ട് ആളുകളുടെ മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടി ചെയ്യുന്നത് ദുഷ്ടത്തരമാണ്. ഒരു മനുഷ്യനും അങ്ങനെ ചെയ്യാനും പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.